എന്താ പറയുക? തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒരു കാറിനെ സ്നേഹിക്കുന്ന ഒരു പടമായതുകൊണ്ട്, ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമായതുകൊണ്ട് കാറും തന്നെ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. നിരൂപണം കാറിൽ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും 2.25 മണിക്കൂർ നമ്മളെ തിയേറ്ററിൽ പിടിച്ചു കെട്ടിയിരുത്തുന്ന, നമുക്ക് എന്താ പറയാ, കൺപോളകൾ അടയ്ക്കാതെ ഇരുന്ന് നമ്മുടെ ഒരു ത്രില്ലർ സിനിമ നമുക്ക് അനുഭവപ്പെടും. അത്ര ഗംഭീര രീതിയിൽ എന്നാ പണി വെച്ചിരിക്ക തരുൺമൂർത്തി, എന്നാ ചെയ്തു വെച്ചിരിക്ക മോഹൻലാൽ സാർ. നമ്മുടെ പഴയ ലാലേട്ടൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് നിരൂപണത്തിലൊക്കെ കണ്ടു പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നത്. പഴയ ലാലേട്ടൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പഴയ ലാലേട്ടനെ പോലെ പുതിയ ലാലേട്ടന് പോലും ആവാൻ പറ്റില്ല. അതാണ് പഴയ ലാലേട്ടൻ. എന്തായാലും ലാലേട്ടനെ കൊണ്ട് മറ്റേ എത്ര പണിയെടുപ്പിക്കാൻ പറ്റും, ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട് തരുൺമൂർത്തി. ഒന്നും പറയാനില്ല. ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 2025 ഒരു ബെസ്റ്റ് മൂവി. അറിയാം തരുൺമൂർത്തി, നമുക്കറിയാം ജാവ, ഓപ്പറേഷൻ ജാവ, അതേപോലെ തന്നെ സൗദി വെള്ളക്ക എന്ന് പറയുന്ന പടം എന്നൊക്കെ നമ്മളെ തിയേറ്ററിൽ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് സൗദി വെള്ളക്ക. ഒരുപാട് ആളുകൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ആ പടം, കാരണം വെച്ചാൽ അത്രയ്ക്ക് ഒരു ബെസ്റ്റ് പടമായിരുന്നു അത്. ഒന്നാമത്തത് കാസ്റ്റിംഗ്, ലുക്മാനൊന്നും അത്രത്തോളം ഒരു ഒരു ഇൻഫ്രണ്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ സൗദി വെള്ളക്ക ഒരു മുൻനിരയിലേക്ക് വന്നിട്ടില്ലായിരുന്നു പടം. പക്ഷെ എന്തായാലും എങ്കിൽ പോലും ഒരു ബെസ്റ്റ് ഫോർ എവർ പടമായിരുന്നു സൗദി വെള്ളക്ക. ആ ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് ഈ ഒരു പടത്തിലുടനീളം നമുക്ക് കാണാനുണ്ട്. ഈ പടത്തിൽ ഒരു ത്രില്ലർ എന്നുള്ളതിന്റെ പുറമെ ഇതിനൊരു ഫാമിലി അറ്റാച്ച്മെന്റ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബെസ്റ്റ് അനുഭൂതിയാണ് ഈ ഒരു പടം തരുന്നത്. ഒരു പടം തുടങ്ങിയത് മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ച് കെട്ടി ഇരുത്തുന്ന രൂപത്തിലുള്ള മേക്കിംഗ്. എന്നാ മേക്കിംഗ് ആണ് പണി വെച്ചെടുക്കുന്നത്, എന്നാ മേക്കിംഗ്! ഓ, സ്റ്റണ്ട് സീൻ ആയി കഴിഞ്ഞാലും ഒരു ത്രില്ലർ ജോണർ എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ പറയട്ടെ, നമുക്ക് എനിക്ക് ഒരു കഴിഞ്ഞ 2-3-4 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ബെസ്റ്റ് ത്രില്ലർ അനുഭവം, നമ്മൾ തിയേറ്ററിൽ ലോക്കായി പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു പടമെന്ന് നായാട്ട് എന്നുള്ള പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ എന്താണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ഞാനൊരു ഹാഫ് ടൈം കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ലോക്കായി പോയി തിയേറ്ററിൽ. ഇനി ഇതെന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഇത് എന്ത് സംഭവിക്കും എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ലോക്കായി പോവാണ് തിയേറ്ററിൽ. പക്ഷെ ഈ നായാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ആ ലോക്കൊക്കെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻസും അതേപോലെ ഡയറക്ടറുടെ ബ്രില്യൻസും കാണും. ഈ അവസാന ഘട്ടത്തിലും ആ നായാട്ട് എന്ന സിനിമയിൽ ഒരു ഫസ്റ്റ് ടു എൻഡ് കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു പടത്തിൽ ആ ഒരു ഒറ്റ ഡ്രോബാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ തുടരും എന്ന സിനിമയിൽ നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയത്, അതായത് ഈ ഒരു പടത്തിൽ അവസാന ഘട്ടത്തിലേക്ക് ഇതായിരിക്കും സംഭവിക്കുക, ഞാനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു എൻഡിങ് ആയിരുന്നു. ആർക്കും മുൻകൂട്ടി പറയാം, ആരും ചിന്തിക്കുന്ന രൂപത്തിൽ, ആരും എന്താണ് ചിന്തിക്കുന്നത് അതേ നടന്നിട്ടുള്ളൂ. പക്ഷെ ഞാനൊരു ഒരുപാട് ട്വിസ്റ്റുകൾ പ്രതീക്ഷിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ലാലേട്ടൻ മറച്ചിടും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഒരു പടം എന്താ പറയാ, ഒരു ദൃശ്യം ലെവലിലേക്കൊക്കെ, ഞാൻ ദൃശ്യമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൃശ്യം ലെവലിലാണ് പടം സീക്വൻസ്. 2-2.5 മണിക്കൂർ ഈ പടം പോകുന്നത് ദൃശ്യം മോഡലാണ്. പക്ഷെ ദൃശ്യമല്ല, ഒരു വേറെ ടൈപ്പാണ്. പക്ഷെ എങ്കിലും ഒരു ത്രില്ലർ, ഒരു അനുഭൂതി നമുക്ക് കിട്ടും. നമ്മളങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തും. ഞാൻ എന്താ പറയാ, ഇന്നലെ രാത്രി തന്നെ ഇത് ഇടേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ നേരം വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് ഇതിടാന്ന് വെച്ചത്. എന്തായാലും ഈ ഒരു പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ലാലേട്ടൻ, ശോഭന കുട്ടി, അത് എടുത്തു പറയേണ്ടതുണ്ട്. ശോഭന ചേച്ചി വളരെ രസകരമായിട്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്ത്. വില്ലനൊക്കെ ഏതാ വില്ലന്! ഈ ഇയാളെ ഞാൻ ഇതിനു മുമ്പ് പടത്തില് എവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പിയറൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ബ്രില്യൻസ്. പിന്നെ പപ്പു, നമ്മുടെ പപ്പു ചേട്ടൻ്റെ മകൻ ബിനു പപ്പു, ഏതാ ലെവൽ ഓഫ് ആക്ടിങ്! അച്ഛന്റെ മകൻ തന്നെ. പക്ഷെ കോമഡി ജോണർ അല്ല, അദ്ദേഹം വേറൊരു ക്യാരക്ടർ റോളുകളിലേക്ക് പോയതാണെങ്കിൽ കൂടി ക്ലാസ് ആക്ടിങ്, ഒന്നും പറയാനില്ല, ക്ലാസ് ആക്ടിങ്.
പിന്നെ നമ്മുടെ ഫർഹാൻ ഫാസിലുണ്ട്. ഫർഹാൻ ഫാസിലൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലാസ് റോള്. ചെറിയ റോളേ ഉള്ളൂ, എന്തായാലും ക്ലാസ് റോളാണ്. അത് അടിപൊളിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ. ഓ, ലാലേട്ടൻ കണ്ണുകൾ കൊണ്ടും മൂക്കുകൾ കൊണ്ടും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും എല്ലാം കൊണ്ടും അഭിനയിക്കുന്നേ. ഒന്നും ഇപ്പം അങ്ങോട്ട് പറയണ്ട. എന്താണോ തരുൺ മൂർത്തി ആവശ്യപ്പെട്ടത് അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 100% അദ്ദേഹം തരുൺ മൂർത്തി ഇൻപുട്ട് കൊടുക്കും. അത് അതിന്റെ 100%-അപ്പുറത്തേക്ക് ഒരു ബെസ്റ്റ് ആൻഡ് എവർ ആയിട്ട് അത് ലാലേട്ടൻ ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കും. അത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ തമ്മിൽ കൊടുത്തതുപോലെ നമ്മുടെ പഴയ ലാലേട്ടന്റെ പോലെ ഈ വേൾഡ് ക്ലാസ് സിനിമയിൽ ഇനി അങ്ങനെ ഒരു ആക്ടറും വരില്ല, ഒരു ആക്ടർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനി അതേപോലത്തെ ലാലേട്ടനെ ഇപ്പൊ നമ്മള് ഈ സദയത്തിലെ പോലത്തെ ലാലേട്ടനെ നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം വെച്ചാൽ ആ ലാലേട്ടൻ ഒരു ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ലാലേട്ടന്റെ ഒരു സംഭവം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ പഴയ ലാലേട്ടനൊക്കെ ഒരുപാട് നിരൂപണങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പോയിരുന്നത്. പക്ഷെ നമ്മുടെ പുതിയ ലാലേട്ടൻ തന്നെ, പക്ഷെ ബെസ്റ്റ് ആൻഡ് എവർ ക്ലാസിക് ആക്ടിങ് ആയിരുന്നു, അതിലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എമ്പുരാനിൽ കണ്ടൊരു ലാലേട്ടനെ അല്ല, ഈ ലാലേട്ടനാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്താണ്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കളിച്ചിരിച്ച് നടക്കുന്ന നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള ലാലേട്ടൻ, അത് ഈ പടത്തിൽ നമുക്ക് കിട്ടും. ഈ പടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അത്ര രസകരമായിട്ടാണ് ലാലേട്ടൻ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ മനോഹരമായിട്ടാണ് ഈ ഒരു പടത്തിന്റെ നറേഷൻ തരുൺ മൂർത്തി കൊണ്ടുപോയിട്ടുള്ളത്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ബെസ്റ്റ് ആൻഡ് എവർ ആണ്. മോഹൻലാൽ സാറിന്റെ ഏറ്റവും ബെസ്റ്റ് പടങ്ങളിൽ ഒന്നായിരിക്കും ഇത്. നല്ല നല്ല അടിപൊളി ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. എല്ലാവരും മിസ്സാവാതെ കാണണം. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡെമ്മി മാത്രമായിരുന്നു, മോഹൻലാൽ സാറിന്റെ ഡെമ്മിനെ മാത്രം വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ മോഹൻലാൽ എന്താണെന്ന് ഇതിൽ കാണാം. മോഹൻലാൽ. അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പോയി കാണുക. ബെസ്റ്റ് ആൻഡ് എവർ, എ ഗുഡ് ഫിലിം, വെരി 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 ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം.